വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ തിരുശേഷിപ്പുകൾ, റസൂലുള്ളാഹിൻ്റെ മുടി, അതെല്ലാം പല രാജ്യങ്ങളിലും ഇന്നും ഉണ്ട്. അപ്പോൾ ഉസ്താദിന് മർക്കസിൽ AP ഉസ്താദിന് കിട്ടിയ ഷെയ്റെ മുബാറക്ക് അതിലേശം വളർന്നു, ഒരു 1.5 സെൻറ്റിമീറ്റർ വളർന്നു AP ഉസ്താദ് ഞാൻ മൗലൂദിൻ്റെ സദസ്സിൽ പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. അങ്ങനെ ഉണ്ടാവുക, അതാണ് ഇതാണ്. അതിനെ പറ്റിയിട്ട് ഇമാമിങ്ങൾ എന്താണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി മരിച്ചതിന് ശേഷം മുടി വളരുമോ, അങ്ങനെ എങ്ങനെയാണെന്നുള്ളതാണ് ചർച്ച. അത് അപ്പോൾ അതിനെപ്പറ്റി ഇമാമിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊന്ന് വിശദീകരിച്ചാൽ. സുന്നികളാരും ഇതിനെതിർക്കൂല. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അവിടുത്തെ ഷെയ്റെ മുബാറക്ക് വളരലും ഇളകലും അത് തീയിലിട്ടാൽ കരിയാതിരിക്കലും ഒക്കെ അവിടുത്തെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അപ്പോൾ എതിർക്കുന്നവർ ബിദ്അത്തിന്റെ ആളുകളാണ്. അവർക്കൊരു വിശ്വാസമല്ല. കാരണം എന്താ? അവർ പറയുന്ന അവരുടെ ശരീരം പോലെയാണ് റസൂലുള്ളാഹിന്റെ ശരീരം എന്ന് അവർ വാദിക്കുകയല്ലേ. നമ്മളെ ശരീരം പോലെയാണ് റസൂലുള്ളാഹിന്റെ ശരീരം എന്ന് പറയുന്നവർക്ക് അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഇളകുക വളരുക എന്നൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം എന്താ? നമ്മളൊരു മുടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരൂലല്ലോ, അത് ഇളകൂലല്ലോ എന്നാണ് അവരുടെ ന്യായം. അതുപോലെയാണ് റസൂലുള്ളാഹിനെ അവർ കാണുന്നത്. അങ്ങനെ കാണുന്നവരത് പറയുന്നുണ്ട്. പിന്നെ AP ഉസ്താദിനോടുള്ള വിരോധം മൂത്തിട്ട് ചില ആളുകൾ അങ്ങനെയും പറയും. അവർ സൂക്ഷിക്കണം. കാരണം എന്താ? ഇത് അപ്പുറത്ത് AP ഉസ്താദിന്റെ മുടിയല്ല, നേരെ മറിച്ച് ഇത് ഷെയ്റെ മുബാറക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകേശാണ്. അപ്പൊ അതിനെതിരെ സംസാരിക്കുമ്പോൾ ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം. പറയുന്നവരുണ്ടാകാം, സോഷ്യൽ മീഡിയ അല്ലേ, അതിന് നമ്മൾ നിന്നു കൊടുക്കരുത്. അവരെന്തോ പറഞ്ഞു പോവട്ടെ എന്നല്ലാതെ. ഏതായാലും ഇതിനെപ്പറ്റി മഹാന്മാരെന്തു പറഞ്ഞു അതാണല്ലോ പിന്നെ നോക്കേണ്ടത്. ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയ്റെ മുബാറക്ക് ഇളകും ചെയ്യും, അതുപോലെ തന്നെ വളരും ചെയ്യും. ചിലപ്പോൾ അതിൽ നിന്ന് ഒന്ന് പൊട്ടിമുളച്ച് വേറെ ഉണ്ടാവുകയും ചെയ്യും. തീയിലിട്ടാൽ കരിയില്ല. ഇങ്ങനെയൊക്കെ വ്യക്തമായിക്കൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബുഹാനി റളിയല്ലാഹു അൻഹു വലിയ ആശിഖുർ റസൂലാണെന്ന് മാത്രമല്ല, മദീനയിൽ തന്നെ മദീനയിലെ മുഫ്തിയും അതുപോലെ തന്നെ മദീനയിലെ ഗവർണറൊക്കെ ആയിട്ട് ഒരു കാലത്ത് ജീവിച്ച മഹാനാണ് യൂസുഫ് നബുഹാനി. അവിടുന്ന് തന്നെയാണ് പറയുന്നത്, അവിടുന്ന് റസൂലുള്ളാഹിന്റെ അത്രക്ക് ആദരവും ബഹുമാനവും സ്നേഹമുള്ള മഹാൻ തന്നെയാണ്. അവിടുത്തെ ജവാഹിറുൽ ബിഹാർ എന്ന് പറയുന്ന 4 വാള്യത്തിലുള്ള കിതാബുണ്ട്. ഇതിന്റെ 4ാം വാള്യത്തിൽ ഇത് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇങ്ങനെ വലിയ സംഭവങ്ങളും ചർച്ചകളും റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ദർസ് നടക്കുന്ന സമയത്ത് ആ ദർസിലുള്ള സംസാരങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മഹാനായ യൂസുഫ് നബുഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖാകുന്ന അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ലാനെ തൊട്ട് അവിടുന്ന് പറയാണ്. ഇതിന്റെ 4ാം വാള്യത്തിന്റെ ഈ ജവാഹിറുൽ ബിഹാർ എന്ന കിതാബിന്റെ 4ാം വാള്യത്തിന്റെ 96ാമത്തെ പേജിൽ ومن جواهر سيد عبد الغني النابلسي رضي الله عنه قوله في رحلته الحجازية أيضا عند ذكر وجوده في المدينة المنورة على صاحبها أفضل الصلوات والسلام. ഉണ്ടോ? ഇപ്പോ നാബൽസി റഹിമഹുല്ല പറഞ്ഞു കൊടുത്തൊരു സംഭവം മഹാനവറുകൾ പറയാണ്. അപ്പൊ നാബൽസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഹിജാസിലേക്ക് യാത്ര ചെയ്തപ്പം അവിടെ മദീനയിൽ വെച്ചുകൊണ്ട്, അതാണ് റസൂലുള്ളാഹിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് അവിടെ തന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എന്താ? വകാന റജുലുൻ മിൻ ഉലമാഇൽ ഹുനൂദി ഇസ്മുഹു ഗുലാം മുഹമ്മദ് وكنيته أبو محمد يقرأ علينا بعد الظهر إلى العصر في أوائل الفتوحات المكية للشيخ الأكبر محي الدين بن العربي رضي الله عنه. ഇന്ത്യയിലുള്ള ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ പേരെന്താ? ഗുലാം മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിനൊക്കെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന എന്താണ്? കുഞ്ഞത്ത്, അദ്ദേഹത്തിന്റെ കുഞ്ഞത്തലമ് അബൂ മുഹമ്മദ് എന്നാണ്. അദ്ദേഹം ളുഹൂർ മുതൽക്ക് അസർ വരെ ഇബ്നു അറബി റളിയല്ലാഹുവിന്റെ ഫുതുഹാത്തുൽ മക്കിയ്യ എന്ന കിതാബുണ്ട്. ആ കിതാബ് ദർസ് നടത്താറുണ്ടായിരുന്നു. അതിൽ നാബൽസി റളിയല്ലാഹു അൻഹു ഒക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പങ്കെടുത്ത സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇന്ത്യയിലുള്ള പണ്ഡിതൻ എന്നാ പറയുന്നത്. വയുഖ്ബിർന, അതാണ് മുഹമ്മദ് ഈ പറയുന്ന ഗുലാം മുഹമ്മദ്. അപ്പൊ ഈ ഗുലാം മുഹമ്മദ് എന്നിവർ പറയാണ് വയുഖ്ബിർന അന്ന അബാഹു കാന മിനൽ ഉലമാഇൽ ഫുഖഹാഇൽ മശ്ഹൂരീന ഫി ബിലാദിൽ ഹിന്ദ്. അവിടുത്തെ പിതാവ് ആരെ? ഗുലാം മുഹമ്മദ് എന്നറിയപ്പെടുന്ന മഹാനവറുകളുടെ പിതാവ് ഇന്ത്യയിലുള്ള അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു. വകാന മിമ്മൻ, എത്രത്തോളം പണ്ഡിതനായിരുന്നു? വകാന മിമ്മൻ ജമഅഹും മിൻ കിബാരി ഫുഖഹാഇൽ ഹനഫിയ്യത്തി ഫി ബിലാദിൽ ഹിന്ദ്
മലികുഹുൽ മഅറൂഫ് ബി ഔറംഗസീബ് ലിജംഇൽ ഫതാവൽ ഹിന്ദിയൽ മഷ്ഹൂറത്തിൽ ആൻ ഫിൽ ഹറമൈൻ വഗൈരിഹാ വഹിയ കിതാബുൻ കബീറുൻ ഫീ ഫിഖ്ഹിൽ ഹനഫിയ്യത്തി ഇസ്തമല അല സ്വഹീഹി മിനൽ മദ്ഹബ്. കണ്ടോ, ഔറംഗസീബ് ഹനഫി മദ്ഹബിൽ വലിയൊരു കിതാബ് ക്രോഡീകരിക്കാൻ വേണ്ടി അത് സമാഹരിച്ച് എഴുതി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയ കൂട്ടത്തിൽ ഈ പറയുന്ന ഗുലാം മുഹമ്മദ് എന്ന് പറയുന്നവരുടെ പിതാവ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഹനഫി മദ്ഹബിൽ അറിയപ്പെട്ട കിതാബ് മത് തന്നെയാണ്. ഇതാണ് ഈ പറയുന്ന ഔറംഗസീബ് തങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ കൂടി ഉണ്ടാക്കിയ ഫത്താവൽ ഹിന്ദിയ എന്ന് അറിയപ്പെടുന്ന ഫത്താവൽ ആലംഗീർ എന്നറിയപ്പെടുന്ന കിതാബ് ഇത് 6 വള്ളിത്തിലാണ്. അപ്പൊ ഇത് ക്രോഡീകരിക്കാനൊക്കെ എന്റെ പിതാവ് ഉണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ പറയാണ്. എന്നിട്ട് പിന്നെ അവിടുന്ന് പറയാണ് വക്കാന യുഖ്ബിർനാണോ, എന്നിട്ട് പിന്നെ അദ്ദേഹം അവിടുന്ന് പറയുകയാണ്. ആ സബക്കിൽ ദർസിലൊക്കെ ചർച്ചകൾ, അപ്പൊ ആ സംസാരത്തിൽ പറയണം. ഇപ്പൊ യൂസുഫ് നബഹാനി തങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുക്കാണ്? ഈ പറയുന്ന നമ്മളെ ജവാഹിറുൽ ബിഹാർ എന്ന് പറയുന്ന ഇതിന് മുസന്നിഫാകുന്ന യൂസുഫ് നബഹാനി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ പറയുന്ന സദസ്സിൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു. വക്കാന യുഖ്ബിർനി അന്നഹു ഫീ ഖുതിരിൽ ഹിന്ദി ഇന്ദ നാസിം മുതഅദ്ദിദീന ഫീ ബിലാദിൻ മുതഅദ്ദിദത്തിൻ ശഅറാത്തുൻ മിൻ ശഅർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം فإن بعضهم شعرة وإن بعضهم شعرتان وأكثر إلى 20 شعرة. ഉണ്ടോ, ഇപ്പൊ ഇന്ത്യയുടെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട ഷാറ മുബാറക്കുള്ള ആളുകളുണ്ട്. ഒരു ഷാറ മുബാറക്കുള്ളവരുണ്ട്, അതല്ല 2 ഉള്ളവരുണ്ട്, അതിൽ അധികരിച്ച് 20 വരെയുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. എന്നിട്ടോ ഈ ഉള്ളവരൊക്കെ അന്നഹും യുഖരിജൂന ദാലിക ലിമൻ അറാദ സിയാറത്തനാണോ, അത് സന്ദർശനത്തിന് വേണ്ടി അവർ വെക്കാറുമുണ്ട്. വഅഖ്ബിർനി, വീണ്ടും അദ്ദേഹം തുടർന്ന് പറയാണ്, അൻ റജുലിൻ മിനസ് സ്വാലിഹീൻ ഫിൽ ഹിന്ദിയിൽ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അന്നഹു യുഖരിജു ദാലിക ഫീ കുല്ലി സനത്തിൻ മറത്തൻ യൗമ താസി മിൻ ഷഹ്ർ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 9ന്റെ അന്ന് അത് പുറത്തെടുക്കും ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഉസ്താദ് 1ന്റെ അന്ന് എടുക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുണ്ടോ. ഇവിടെ 9ന്റെ അന്ന് അദ്ദേഹം പുറത്തെടുക്കാറുണ്ട്. എന്നിട്ടോ സ്വാലിഹീങ്ങളും പണ്ഡിതന്മാരും അതിൽ സമ്മേളിക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. അന്നത്തെ ദിവസം പ്രത്യേകം സലാത്തും ദിക്റുമായിട്ട് അവർ കഴിഞ്ഞുകൂടാറുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ട് പറയാണ്. പ്രത്യേകമായി കൊണ്ടൊരു പാത്രത്തിലാക്കിയിട്ട് അത്തറുകളൊക്കെ പൂശിയിട്ടാണ് അതിന് സംവിധാനിക്കാറുള്ളത്. ഇത്രത്തോളം പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, അഖ്ബിർനി, അവരെനിക്ക് പറഞ്ഞു തന്നു, ഐലൻ അന്ന തിൽക ശഅറത റുബ്ബമാ തതഹറകു ബിനഫ്സിഹാ വഅന്നഹു റആഹു ദാലിക. കണ്ടോ, ഈ ചില സമയങ്ങളിൽ ഈ ഷാറ മുബാറക്ക് ഇങ്ങനെ ഇളകാറുണ്ടായിരുന്നു. അതവർ കണ്ണുകൊണ്ട് കണ്ടു എന്നാ പറഞ്ഞത്. അന്നഹു റആഹു ദാലിക, കണ്ണുകൊണ്ട് കണ്ടവന് നിഷേധിക്കാൻ പറ്റുമോ? കണ്ടതാ വിളിച്ചു പറയുന്നത്, അല്ലാതെ വെറുതെ പറഞ്ഞു തരല്ല. അപ്പൊ ആയതുകൊണ്ട് അവർ കണ്ണുകൊണ്ട് കണ്ടു അങ്ങനെ ഇളകുന്നത് എന്നുള്ളത്. അങ്ങനെ അത് മാത്രമല്ല, അന്നഹു അഖ്ബറഹു മൻ ഇൻദഹു, പിന്നെയും അവിടുന്ന് പറഞ്ഞു തരികയാണ് ഒരാളെ പറ്റിയിട്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ പറയുന്ന ഷാറ മുബാറക്ക് ഉണ്ട്. ബാദു ശർആത്തി അന്നഹ തുത്തൂലു, ഉണ്ടോ, അത് നീണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ള കുറച്ച് നീണ്ടിട്ടുണ്ട്. വയതവല്ലദു മിൻഹാ ശുഅബും ഗൈറുഹാ, അതിന് വേറൊന്ന് ഉൾത്തിരിഞ്ഞുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പറയാണ്. എന്നിട്ട് പറയുന്ന യൂസുഫ് നബഹാനി തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്, വകുല്ലു ദാലിക ലൈസ ബി അജീബിൻ, ഇതൊരു അത്ഭുതമായിട്ട് എടുക്കൊന്നും വേണ്ട. ഇത് അത്ഭുതമാണ് ആർക്ക്? നമ്മളെപ്പോലത്തെ ഒരു ശരീരം റസൂലുള്ളാഹിക്ക് എന്ന് പറഞ്ഞവർക്ക് പിന്നെന്താണ്? അവർക്ക് ഇത് അത്ഭുതം തന്നെയാണ്, ഞമ്മക്ക് ഇത് അത്ഭുതമല്ല. കാരണം എന്താ? ഇത് അപ്പുറത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക്കാണ്. അപ്പൊ അവിടുത്തെ ശരീരവും നമ്മൾ ഇവിടെ കിടക്കണ്, ഹബീബ് ഇവിടെ കിടക്കണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഷാറ മുബാറക്കിനെ പറ്റിയല്ലേ പറഞ്ഞത്, പിന്നെ എന്താണ് അത്ഭുതം? അതുകൊണ്ട് ഇതൊരു അത്ഭുതം കൂറൊന്നും വേണ്ട. ഫഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തുൽ അദീമത്തുർ റബ്ബാനിയത്തു സാരിയത്തു ഫീ ജമീഇ അജ്സാഇൽ ശരീഫത്തി, എല്ലാം പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ പ്രകൃതി എടുത്തു നോക്കുകയാണെങ്കിൽ ഒക്കെ അത്ഭുതകരം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന പ്രകൃതിയുമായി കൊണ്ടുവരുന്ന ഒന്നല്ല, അതൊക്കെ റസൂലുള്ളാഹിന്റെ ഈ പറയുന്ന ഖുസൂസിയാത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ ഈ പറയുന്ന ജവാഹിറുൽ ബിഹാർ എന്ന് പറയുന്ന കിതാബിൽ യൂസുഫ് നബഹാനി തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. തീർന്നോ? ഇതിപ്പോ ഷാറ മുബാറക്ക് കുറച്ച് സ്വല്പം നീണ്ട ഒരു സംഭവമാണ് പറയുന്നത്. ഇനി അത് തീയിലിട്ടാ കരിയില്ല.
അതും അതിന്റെ ഖുസൂസിയാത്തിൽ പെട്ടതാണ്. അതും വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയാത്ത് പ്രത്യേകതയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഇതൊക്കെ. ആ ഖുസൂസിയാത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹലബി റളിയല്ലാഹു അൻഹു സീറത്തുൽ ഹലബിയിലൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സീറത്തുൽ ഹലബിയുടെ 3-ാം വാള്യം ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ വ അന്നഹു ഇദാ വഖഅ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാരി ലാ യഹ്തരിഖുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറ മുബാറക്ക് തീയിലിടുകയാണെങ്കിൽ കരിയില്ല എന്നുള്ളത്. അപ്പൊ ഇനി അതിന് ചില ആളുകൾ കമന്റ് ചെയ്തെന്ന് ഇട്ടോക്കല്ലേ. ഈമാൻ ഇല്ലാത്തവർക്ക് പലതും പറഞ്ഞൂടെ? ഈമാൻ ഇല്ലാത്തവർക്ക് പലതും പറയാ. അത് കണ്ടാണ്ട് നമ്മൾ ചിരിക്കാൻ പോകരുത്. ഇത് ആരുടേതാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അപ്പൊ അതുകൊണ്ട് കളി കാന്തപുരത്തായിട്ടല്ല, നേരെ മറിച്ച് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറ മുബാറക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബോധം വേണം. ബോധമില്ലാത്തവർ പലപ്പോഴും എഴുതി ഉണ്ടാക്കും. അവരുടെ കൈകൊണ്ട് പലതും എഴുതാനും പറ്റും. അത് കണ്ടുകൊണ്ട് നമ്മൾ എന്താവണ്ട, വഞ്ചിതരാകണ്ട. ഇത് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നവർക്ക് പറയാം. പക്ഷെങ്കിൽ പറയുമ്പോൾ എന്താണ്, പണ്ഡിതോചിതാകണം. അല്ലാതെ വെറുതെ ഇങ്ങനെ കയറിയിട്ട് പറയാ, ആ വീഡിയോ കാണിക്കുക, അങ്ങോട്ട് ഈ വീഡിയോ കാണിക്കുക. ഇങ്ങനെ ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരായിക്കൊണ്ട് എടുത്ത് പറയുമ്പോൾ പിന്നെ എന്തുണ്ടോ, അത് ശരിയല്ല, ഇതിനെതിരെ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് യൂസുഫ് നബിയെ വെട്ടിയിട്ടുണ്ട്, മഹാനവറുകളെ പറഞ്ഞ ശരിയല്ല, അത് തെറ്റാണ്, നിന്നെ ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു രസമുണ്ട്. ഇതൊന്നും ഇല്ലാതെ വെറുതെ എന്തെങ്കിലും പറയാ എന്നല്ലാതെ. ഇനി ഇങ്ങനെ കരിയുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഇട്ട സംഭവത്തിൽ കരിയാത്ത സംഭവങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതും ചെറിയ ആളുകളൊന്നുമല്ല. അപ്പൊ നിങ്ങൾ യൂസുഫ് നബിയാനില്ലേ ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു. ഇമാം സുബ്ക്കി വലിയ മഹാനല്ലേ? ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു അടുത്ത് തൊബക്കാത്തുൽ കുബറത്ത് തൊബക്കാത്തു ഷാഫിയത്തുൽ കുബറ എന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്ന വാള്യങ്ങളുള്ള കിതാബാണ്. ഇതിന്റെ 7-ാം വാള്യത്തിൽ ഇങ്ങനെ സംഭവം തന്നെ പറയുന്നുണ്ട്. ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു പറയാണ് ഇതിന്റെ 260-ാമത്തെ പേജിൽ ഉണ്ടോ, മുസ്തർഷദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ പറ്റിയിട്ടാണ് ഹിക്കായത്ത് ഇത് പറയുന്നത്. കാന ഇദ്ദാക സ്വാഇമൻ വഖദ് സല്ലല്ലാഹുറ വഹിയ യഖറഉ ഫിൽ മുസ്ഹഫ് ഉണ്ടോ. ആൻഡ് ഇമാം മുസ്തർഷിദ് എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അവര് ഒരു ദിവസം നോമ്പുകാരനായിരുന്നു. ളുഹർ നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫദഖലു അലൈഹി ഫഖതലൂഹു ഉണ്ടോ. അവര് മാത്രമല്ല, അവിടുത്തെ കുറച്ച് അനുയായികളും ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയിട്ട് ശത്രുക്കൾ വന്നിട്ട് ഒരു വധിച്ചൊരു സംഭവങ്ങളാണ് പറയുന്നത്. അവരെ കൊന്നു, മൊത്തമായി കൊണ്ടും കൊന്നു. എന്നിട്ടോ ഈ പറയുന്ന കൊന്നിട്ട് മയ്യത്ത് കൊണ്ടുപോയിട്ട് സുമ്മാ എൻ്റെ ഉദിരിമത്ത് അലൈഹി മുന്നാറു തീയിലിട്ട് കരിക്കുകയാണ് ചെയ്തത്. തീയിലിട്ട സംഭവങ്ങൾ എല്ലാവരും കൂടി കൂട്ടിയിട്ട് തീയിലിട്ട് കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പറയുന്ന തീയൊക്കെ കത്തി കരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു കൈ, ഒരാൾ ആരുടേതെന്നറിയില്ല, അതിൽപ്പെട്ട ഒരാളുടെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്തിങ്ങനെ കാണുന്നുണ്ട്. അത് എത്ര കരിച്ചിട്ടും കരിയുന്നില്ല. അതാ കുല്ലമാ അൽഖൗ നാറ അലൈഹാ വഹിയ ലാ തഹ്തരികു. അത് ഇതാര് പറയുന്നത്? സുബ്ക്കി ഇമാം. എത്രയൊക്കെ കരിക്കാൻ വേണ്ടി നോക്കുമ്പോഴോ അപ്പോഴൊന്നും അത് കരിയുന്നില്ല. അപ്പൊ പിന്നെ അത്ഭുതമായി അവർക്ക്. അപ്പൊ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊക്കെയല്ലേ. അപ്പൊ ആ കൈ ഇങ്ങനെ അവർ തുറന്നു നോക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഒരു ഷഅറ മുബാറക്ക് കയ്യിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് അത് കരിയാതെ പോയത് എന്നുള്ളത്. അത് സുബ്ക്കി ഇമാം മാത്രമൊന്നുമല്ല, ഹാഫിദ് ദഹബിൻ പറഞ്ഞിട്ടുണ്ട്. സിയറുൽ ആലാമുൻ നുബലാ എന്ന ഹാഫിദ് ദഹബിന്റെ കിതാബല്ലേ, ഇതിലും പറയുന്നുണ്ട്. ഹാഫിദ് ദഹബിയുടെ പറയുന്ന സിയറുൽ ആലാമുൻ നുബലാ എന്ന കിതാബിന്റെ 14-ാം വാള്യം ഇതാ. ആ 14-ാം വാള്യത്തിന്റെ 460-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നു. ഫബഖിയതു യദു അഹദിഹിം ഖാരിജതൻ ലം തഹ്തരിക് ഫഫുതിഹത് വൈദാ ഫീഹാ ശഅറാത്തും മിൻ ലഹിയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ താടിരോമായിരുന്നു എന്നാണ് ഈ പറയുന്ന ഹാഫിദ് ദഹബി പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ഇമാമിങ്ങളൊക്കെ പറഞ്ഞു പോയതാണ്, അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞതല്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറ മുബാറക്ക് അത് ചിലപ്പോൾ ഇളകിയെന്ന് വരും, വളർന്നു എന്ന് വരും, അതുപോലെ തന്നെ അത് തീയിലിട്ടാൽ കരിയില്ല. ഇതൊക്കെ വിശ്വാസം തന്നെയാണ്, അതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതുമാണ്. പിന്നെ ഇതിനെതിരെ പറയുന്നവർ അവർ വിവരമില്ലാത്തവരാണ് ഇതിനെ പറ്റിയിട്ട് എന്ന് മനസ്സിലാക്കണം. അവർക്ക് അറിയില്ല, അവർക്ക് വിശ്വാസമല്ല, വിവരമല്ല. അങ്ങനെ പലതും കൂടിയതായ ആളുകൾ പലതും പറയും. അവർക്ക് മൈക്ക് കിട്ടി, അവർ അമേരിക്ക ഒരു വീഡിയോ ചെയ്തു, അങ്ങനെ ചെയ്യുന്നു എന്നല്ല, തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെ പറയല്ലേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പാണോ, കാന്തപുരത്തിനോടുള്ള വിയോജിപ്പാണോ, അല്ലാഹു അലം.
പലതും ഉണ്ടാകുന്നില്ലേ. അപ്പൊ അതിൽ നമ്മളൊന്നും പെട്ടുപോകരുത്. അതുകൊണ്ട് സുന്നികളായ ആർക്കും ഇതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇത് വളരും ചെയ്യും, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചെയ്യും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായതുകൊണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഖുസൂസിയാത്തിൽ പെട്ടതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലാണ് അത്ഭുതം. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് അത്ഭുതം. അങ്ങനെ സംഭവിക്കുമ്പോൾ അത്ഭുതമൊന്നുമില്ല. അതല്ല ഈ സുനുവാനും പറഞ്ഞത്. അപ്പൊ ഇനി എതിരെ സംസാരിക്കുമ്പോൾ എന്തുവാകുക? ഈ കിതാബൊക്കെ ശരിയല്ല, അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി മാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ മാറ്റിച്ചാളി, വേറെ കിതാബുകളൊക്കെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. അല്ലാതെ വെറുതെ ഇങ്ങനെ പറയുമ്പം ശരിക്കും ശ്രദ്ധിക്കുക. അപ്പുറത്ത് കാന്തപുരത്തിന്റെ മുടിയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ എ.പി. ഉസ്താദിന്റെ മുടി അല്ലത്. നേരെ മറിച്ച് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കാണ്. അതിനെതിരെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിനെതിരെ സംസാരിക്കുമ്പം ആഖിബത്ത് നമ്മൾ സൂക്ഷിക്കണം. നല്ലതുപോലെ സൂക്ഷിച്ചാതെ അതിനെതിരെ കമന്റ് അടിച്ചുകൊണ്ടും അതിനെതിരെ സംസാരിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഖിബത്ത് നഷ്ടപ്പെട്ടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം ആളുകളെ ഷെറിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നല്ലത് മനസ്സിലാക്കി നല്ലതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും അള്ളാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് പണ്ഡിതന്മാർ ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്.